ഹായ് ആൾ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട 30 ക്വസ്റ്റ്യൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കി. ഇനി നമ്മൾ വീണ്ടും 30 ക്വസ്റ്റ്യൻസാണ് നോക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യയിൽ മിശ്ര കോളനി വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി. ഇന്ത്യയിൽ മിശ്ര കോളനി വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി. അൽബുക്കർക്ക്. ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയി. ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയി. അൽബുക്കർക്ക്. ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയി അൽബുക്കർക്ക്. 1510 ഇന്ത്യയിലെ പോർച്ചുഗീസ് ഭരണത്തിൻ്റെ ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയ പോർച്ചുഗീസ് ഭരണാധികാരി. 1510 ഇന്ത്യയിലെ പോർച്ചുഗീസ് ഭരണത്തിൻ്റെ ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയ പോർച്ചുഗീസ് ഭരണാധികാരി ആരാണ്? അൽബുക്കർക്ക്. ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയി. ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽബുക്കർക്ക്. വാസ്കോഡഗാമ അന്തരിച്ച വർഷം. വാസ്കോഡഗാമ അന്തരിച്ച വർഷമേത്? 1524. വാസ്കോഡഗാമ അന്തരിച്ച വർഷം 1524. വാസ്കോഡഗാമയ്ക്ക് ശേഷം ഇന്ത്യയിലെ പോർച്ചുഗീസ് വൈസ്രോയി ആയത്. വാസ്കോഡഗാമയ്ക്ക് ശേഷം ഇന്ത്യയിലെ പോർച്ചുഗീസ് വൈസ്രോയി ആയത് ഹെൻറിക് ഡി മെനസസ്. വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരുന്ന സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് എവിടെയാണ്? വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരുന്ന സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് എവിടെയാണ്? കൊച്ചി. കൊച്ചിയിലാണ് വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരുന്ന സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് ഉള്ളത്. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ട ഏതാണ്? സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന് വിശേഷിക്കപ്പെടുന്ന പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ട ഏതാണ്? ചാലിയം കോട്ട. കോഴിക്കോട് സാമൂതിരിയുടെ നാവിക പടത്തലവന്മാർ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? കോഴിക്കോട് സാമൂതിരിയുടെ നാവിക പടത്തലവന്മാർ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? കുഞ്ഞാലിമരയ്ക്കാർ. വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും മാറ്റി പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയ വർഷം. വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും മാറ്റി പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയ വർഷം 1539. വാസ്കോഡഗാമയുടെ ഭൗതികാവശിഷ്ടം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വാസ്കോഡഗാമയുടെ ഭൗതികാവശിഷ്ടം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജെറോനിമസ് കത്തീഡ്രൽ, ലിസ്ബൺ. ലിസ്ബണിൻ്റെ ജെറോനിമസ് കത്തീഡ്രലാണ് വാസ്കോഡഗാമയുടെ ഭൗതികാവശിഷ്ടം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ജെറോനിമസ് കത്തീഡ്രൽ, ലിസ്ബൺ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വാസ്കോഡഗാമയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വാസ്കോഡഗാമയെ വിശേഷിപ്പിച്ചത് ആരാണ്? മാനുവൽ ഒന്നാമൻ. 1571 ചാലിയം യുദ്ധത്തിൽ ഒരു കല്ലിന്മേൽ മറ്റൊരു കല്ലില്ലാത്ത വിധത്തിൽ ചാലിയംകോട്ട തകർക്കുന്നതിന് നേതൃത്വം കൊടുത്ത കുഞ്ഞാലി. 1571 ചാലിയം യുദ്ധത്തിൽ ഒരു കല്ലിന്മേൽ മറ്റൊരു കല്ലില്ലാത്ത വിധത്തിൽ ചാലിയംകോട്ട തകർക്കുന്നതിന് നേതൃത്വം കൊടുത്ത കുഞ്ഞാലി. കുഞ്ഞാലി മൂന്നാമൻ. താഴെ തന്നിരിക്കുന്നതിൽ പട്ടുമരക്കാർ എന്നറിയപ്പെടുന്ന കുഞ്ഞാലി ആരാണ്? താഴെ തന്നിരിക്കുന്നതിൽ പട്ടുമരക്കാർ എന്നറിയപ്പെടുന്ന കുഞ്ഞാലി ആരാണ്? കുഞ്ഞാലി മൂന്നാമൻ. പട്ടുമരക്കാർ എന്നറിയപ്പെടുന്ന കുഞ്ഞാലി മൂന്നാമൻ. താഴെ തന്നിരിക്കുന്ന കുഞ്ഞാലി മരക്കാർമാരിൽ പോർച്ചുഗീസുകാരാൽ വധിക്കപ്പെടാത്തതും പോർച്ചുഗീസുകാരാൽ പരാജയപ്പെട്ടിട്ടില്ലാത്തതുമായ കുഞ്ഞാലി മരക്കാർ ആര്? താഴെ തന്നിരിക്കുന്ന കുഞ്ഞാലി മരക്കാർമാരിൽ പോർച്ചുഗീസുകാരാൽ വധിക്കപ്പെടാത്തതും പോർച്ചുഗീസുകാരാൽ പരാജയപ്പെട്ടിട്ടില്ലാത്തതുമായ കുഞ്ഞാലി മരക്കാർ ആരാണ്?
കുഞ്ഞാലി മൂന്നാമൻ. അറബിക്കടലിൻ്റെ സിംഹം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കുഞ്ഞാലി മരയ്ക്കാർ ആരാണ്? അറബിക്കടലിൻ്റെ സിംഹം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കുഞ്ഞാലി മരയ്ക്കാർ. കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമൻ. അറബിക്കടലിൻ്റെ സിംഹം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കുഞ്ഞാലി മരയ്ക്കാർ കുഞ്ഞാലി മൂന്നാമൻ. മുസ്ലിങ്ങളുടെ രാജാവ്, ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ എന്നീ ബിരുദങ്ങൾ സ്വയം സ്വീകരിച്ച കുഞ്ഞാലി മരയ്ക്കാർ ആരാണ്? മുസ്ലിങ്ങളുടെ രാജാവ്, അതുപോലെ ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ എന്നീ ബിരുദങ്ങൾ സ്വയം സ്വീകരിച്ച കുഞ്ഞാലി മരയ്ക്കാർ ആരാണ്? കുഞ്ഞാലി മരയ്ക്കാർ നാലാമൻ. AD 1600 ഗോവയിൽ വെച്ച് പോർച്ചുഗീസുകാരാൽ വധിക്കപ്പെട്ട കുഞ്ഞാലി മരയ്ക്കാർ ആരാണ്? AD 1600 ഗോവയിൽ വെച്ച് പോർച്ചുഗീസുകാരാൽ വധിക്കപ്പെട്ട കുഞ്ഞാലി മരയ്ക്കാർ. കുഞ്ഞാലി മരയ്ക്കാർ നാലാമൻ. AD 1600 കുഞ്ഞാലി നാലാമനെ നേരിടുന്നതിന് പോർച്ചുഗീസ് വൈസ്രോയി ചുമതലപ്പെടുത്തിയത് ആരെയാണ്? AD 1600 കുഞ്ഞാലി നാലാമനെ നേരിടുന്നതിന് പോർച്ചുഗീസ് വൈസ്രോയി ചുമതലപ്പെടുത്തിയത് ആരെയാണ്? അഡ്മിറൽ ഫുർട്ടോഡോ. മരയ്ക്കാർ കോട്ട എവിടെയാണ്? മരയ്ക്കാർ കോട്ട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇരിങ്ങൽ. മരയ്ക്കാർ കോട്ട ഇരിങ്ങലിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുഞ്ഞാലി മരയ്ക്കാർ സ്മാരകം എവിടെയാണ്? കുഞ്ഞാലി മരയ്ക്കാർ സ്മാരകം എവിടെയാണ്? ഇരിങ്ങൽ. കുഞ്ഞാലി മരയ്ക്കാർ സ്മാരകം ഇരിങ്ങലിലാണ്. പോർച്ചുഗീസുകാർക്കെതിരെ തുറന്ന യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്ന തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന കൃതിയുടെ രചയിതാവാര്? പോർച്ചുഗീസുകാർക്കെതിരെ തുറന്ന യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്ന തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന കൃതിയുടെ രചയിതാവാര്? സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ. തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് ആർക്കാണ്? തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് ആർക്കാണ്? ബീജാപ്പൂർ സുൽത്താൻ അലി ആദിൽ ഷായ്ക്ക്. തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് ബീജാപ്പൂർ സുൽത്താൻ അലി ആദിൽ ഷായ്ക്ക്. പോർച്ചുഗീസുകാരെ തോൽപ്പിച്ച് 1571 ചാലിയങ്കോട്ട പിടിച്ചെടുത്ത വീരേതിഹാസം പ്രതിപാദിക്കുന്ന ഗാസി മുഹമ്മദ് രചിച്ച അറബി കാവ്യമേത്? പോർച്ചുഗീസുകാരെ തോൽപ്പിച്ച് 1571 ചാലിയങ്കോട്ട പിടിച്ചെടുത്ത വീരേതിഹാസം പ്രതിപാദിക്കുന്ന ഗാസി മുഹമ്മദ് രചിച്ച അറബി കാവ്യം അൽ ഫത്ഹുൽ മുബീൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഇസ്ലാം മതത്തിനും ഹിന്ദു മതത്തിനും വേണ്ടി ഒരുപോലെ പോരാടിയിലും ഹിന്ദുവായുള്ളൊരു ഈ രാജാവിനെ കണ്ടുപഠിക്കുവിൻ സുൽത്താൻമാരെ എന്ന് സാമൂതിരിയെ പ്രകീർത്തിച്ച് ഗാസി മുഹമ്മദ് രചിച്ച അറബി കാവ്യം ഏത്? അൽ ഫത്ഹുൽ മുബീൻ. പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ കണ്ണൂർ സന്ധിയിൽ ഒപ്പുവച്ചത് എന്ന്? പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ കണ്ണൂർ സന്ധിയിൽ ഒപ്പുവച്ചത് എന്ന്? 1513. പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ പൊന്നാനി സന്ധിയിൽ ഒപ്പുവച്ചതെന്ന്? പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ പൊന്നാനി സന്ധിയിൽ ഒപ്പുവച്ചത് എന്ന്? 1540 പൊന്നാനി സന്ധിയിൽ ഒപ്പുവച്ചത്. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ആദ്യമായി പള്ളി നിർമ്മിച്ചത് എവിടെ? പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ആദ്യമായി പള്ളി നിർമ്മിച്ചത് എവിടെ? കൊച്ചിയിൽ. കൊച്ചിയിലാണ് പോർച്ചുഗീസുകാർ ആദ്യമായി പള്ളി നിർമ്മിച്ചത്. പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവയെ മോചിപ്പിച്ചത് എന്ന്? പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവയെ മോചിപ്പിച്ചത് എന്ന്? 1961 ഡിസംബർ 19. ഗോവ വിമോചന സൈനിക നടപടി അറിയപ്പെടുന്നത്? ഗോവ വിമോചന സൈനിക നടപടി അറിയപ്പെടുന്നത് ഓപ്പറേഷൻ വിജയ്.